നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു സാക്ഷിയായി വീണ്ടും വചനം ശുശ്രൂഷിക്കുവാൻ അടിയനെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഒരു ഞായറാഴ്ച പകൽക്കാലം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് വേറൊരു ദേശത്ത് വചന ശുശ്രൂഷയായി ആരാധനയായി കൂടുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരമാണ് ഇത്. തക്കത്തിൽ പ്രയോജനപ്പെടുത്തി തക്കത്തിൽ ഒരുങ്ങി നമുക്കിന്ന് കാത്തിരിക്കാം. അതേ, ചില വിളകൾ നിറയുക, ചില വിത്തുകൾ മുളയ്ക്കുക. ഹല്ലേലൂയ. ഒരുക്കി കാത്തിരിക്കുന്നവരെ, നിന്റെ നിലം ഇന്ന് നിറയും. ഹല്ലേലൂയ. ചിലത് പ്രാപിച്ച് മടങ്ങുവാൻ തക്കവണ്ണം ഇന്ന് ഇതിനകത്തായിരിക്കുന്നവരെ ഏവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. നമുക്ക് ഒരു നിമിഷം കേട്ട വചനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പൻ എഴുന്നേറ്റു, ചില കാറ്റുകൾ ഇന്ന് ശാന്തമാവും, ചില കടലുകൾ ഇന്ന് ശാന്തമാകും. ആമേൻ കർത്താവേ, കാറ്റിനെ പോലെ കടലിനെ പോലെ എന്നെ തള്ളിയിടുമാറാക്ക്, എന്നെ വീഴുമാറാക്ക്, എന്നെ നശിപ്പിക്കുമാറാക്ക്. എൻ്റെ പുറകെ വരുന്നവൻ, എന്നെ തള്ളിയിടുവാൻ ശ്രമിക്കുന്നവനെ, എൻ്റെ പടകിലിരിക്കുന്ന എൻ്റെ അപ്പൻ ഇന്ന് ചിലതിനെ ശാസിക്കുക, ചിലതിനോട് അടങ്ങുവാൻ പറയുക. ആമേൻ കർത്താവേ, ഏൽപ്പിച്ച വചനം, ഇന്ന് ഞങ്ങൾ കേട്ട വചനം വചനപ്രകാരത്തിൽ തന്നെ ഞങ്ങൾ നിർത്തിയാട്ടെ കർത്താവേ. വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം അടിയനെ ബലപ്പെടുത്തിയാട്ടെ. ആമേൻ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന അപ്പനെ അങ്ങയുടെ കൃപ കൂടെ ഇരുന്നുമാറാകട്ടെ. വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്നു പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ചിന്തിച്ചാൽ ഇന്ന് നില കാറ്റിൻ്റെ അവസ്ഥയിലാ, ചില കടലിൻ്റെ അവസ്ഥയിലാ നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അപ്പൻ എഴുന്നേൽക്കുമ്പോൾ ചിലത് അടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ചിലത് അടങ്ങുമാറാകും. ഹല്ലേലൂയ. അതെ, അപ്പൻ അമരത്തിരിക്കുന്നു. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് എൻ്റെ അപ്പൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. നമ്മോടൊപ്പം നമ്മുടെ കടലിൽ, നമ്മുടെ പടകിൽ അമരത്ത് എൻ്റെ അപ്പനും കൂടെ ഇരിക്കുന്നു എന്ന ഓർമ്മയുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പറയട്ടെ, ചിലതിന്ന് അടങ്ങും, ചില കാറ്റുകൾ ഇന്ന് മാറും, ചില കടലുകൾ ഇന്ന് നീങ്ങും. ഹല്ലേലൂയ. ആമേൻ കർത്താവേ, കടലിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതെ, പത്രോസ് ഒരിക്കൽ ഇറങ്ങിയതും കടലില. ഹല്ലേലൂയ. വലയുമായി ആഴത്തിലേക്ക് ഇറങ്ങിയത് കടലില. ഹല്ലേലൂയ. അതെ പ്രിയ ദൈവജനമേ, യോനയും പോയത് കടലില. ഹല്ലേലൂയ. അതെ, ചില കടലിനെ കണ്ടാൽ നമ്മളിങ്ങനെ ഓടുമാറാകുന്നേ. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ പലരും ഇന്ന് പാതി വഴിയിൽ വീണു പോകുക, പലരും ഇന്ന് പാതി വഴിയിൽ കിടന്ന് നശിച്ചു പോവുക. ഒന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാം അങ്ങനെയല്ലേ? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. കാറ്റ് വരുമ്പോൾ, കടൽ അലയിളകുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നു, നമ്മൾ പലപ്പോഴും പിന്നോക്കം വലിയുന്നു, ഭയപ്പെട്ട് ഇറങ്ങുമാറാകുന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചാൽ എത്രയോ പേർ ഈ കാറ്റും കോളും കണ്ട് ഇന്ന് ഈ ലിഹലോക ജീവിതം വിട്ട് മാറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദേശത്ത് നമ്മുടെ മേൽ വലിയ കാറ്റടിച്ചിട്ടും വലിയ പടക മുങ്ങുമാറായിട്ടും നമ്മളിത് നിൽക്കുന്നുവെങ്കിൽ എൻ്റെ മുൻപിൽ എൻ്റെ അമരത്ത് നിന്ന് യേശു ഇരിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, ഈ അധ്യായം തുടങ്ങുന്നതിന് എങ്ങനെയാ? നാം അക്കരയ്ക്ക് പോക എന്ന് അവനോട് പറഞ്ഞു. ആരാ പറഞ്ഞ? യേശു പറയുക, നാം ഇന്ന് അക്കരയ്ക്ക് പോവുക. എന്താ യേശുവിനൊന്ന് മറയാതിരുന്നാൽ പോരായിരുന്നോ? യേശുവിനറിയാം ഇന്ന് കാറ്റുണ്ടാവും, കടലുണ്ടാവും, കോളുണ്ടാവും, മഴയുണ്ടാവും. എൻ്റെ ശിഷ്യന്മാർ ഭയപ്പെടും, എന്നോടൊപ്പമുള്ളവർ ഭയപ്പെടും. ഒന്ന് ചിന്തിച്ചേ. എങ്കിലും അപ്പൻ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ചിലത് കാണുവാൻ, ചിലത് നേടുവാൻ നമ്മൾ ഒരുമിച്ച് അക്കരയ്ക്ക് പോയേ പറ്റൂ. ചില കാറ്റിനെയും കോളിനെയും മറികടന്ന് പോയേ പറ്റൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നെന്നാ പറയുന്നേ. അതാ ചെറിയ പടകുകൾ. ഹല്ലേലൂയ.
വലിയ പടകിൻ്റെ പിറകെ ചെറിയ പടകുകൾ. ഹല്ലേലൂയ. ഇതാ നമ്മൾ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ പിറകിലും കുറച്ച് പേർ കാണും. കുറെ വിശ്വാസമുള്ളവർ, എന്ത് സംഭവിക്കുമെന്ന് നോക്കുന്നവർ, ഇവൻ എങ്ങനെ അപ്പുറത്ത് പോകുമെന്ന് കാണാൻ വരുന്നവർ, വിശ്വാസത്തോടെ നമ്മുടെ ഒപ്പം വരുന്നവർ. പല രീതിയിലുള്ളവർ നമ്മുടെ ഒപ്പമുണ്ട്, പല രീതിയിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല, പാതി വഴിയിൽ നമ്മളെ വലിക്കുന്നതും ഈ പുറകെ വരുന്നവരാ. തിരിച്ചറിഞ്ഞവർ അപ്പനെ സ്തുതിച്ചാട്ടെ. പകുതി വഴിയിൽ നമ്മൾ മുൻപോട്ട് പോയി പകുതി വഴിയാകും മുന്നേ നമ്മൾ പുറകിൽ നിന്ന് വലിക്കുന്നത് ഈ പുറകെ വരുന്നവരാ. അതെ, അവരെ പോലും സംരക്ഷിക്കാൻ എൻ്റെ അപ്പന് കഴിഞ്ഞു. അവിടെ ഒടുവൻ പറയുന്നില്ല ആ കപ്പലുകൾ മുങ്ങിപ്പോയെന്ന് പറയുന്നില്ല, ചെറു പടകുകൾ മുങ്ങിപ്പോയെന്ന് പറയുന്നില്ല. ഒന്ന് ചിന്തിച്ചേ നോക്കി, നമ്മോടൊപ്പം വിശ്വസിച്ച് വരുന്നവർ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കുന്നു. നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുക. ഞാനൊരു സാക്ഷിയായി നിൽക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരു വീട്ടിൽ പോയി എനിക്ക് പ്രാർത്ഥിക്കുവാൻ എൻ്റെ അപ്പൻ എനിക്ക് അവസരം ഒരുക്കി. ഹല്ലേലൂയ. അതെ, ഞാൻ ആ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടമുണ്ട്, ഒരു ഭയമുണ്ട്. കാരണം എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറെ വീട്ടിൽ ഇനി ഒന്ന് പോയി സുവിശേഷം പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, എന്നെ ദൈവം ബലപ്പെടുത്തി, എന്നെ ദൈവം കൊണ്ടുവന്നു. അത് തന്നെ ഒരു കൃപയാ. പ്രിയ ദൈവമക്കളെ, അതേ വീട്ടിൽ ഞാൻ ഒരിക്കൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, തലകുനിക്കപ്പെട്ടിട്ടുണ്ട്. കള്ളനെന്ന ഭയക്ക് കേട്ട്, കള്ളനെന്ന വാക്ക് കേട്ട് തലകുനിച്ചിരുന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, ഞാൻ ഒരിക്കലും അത് വലിയ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സങ്കടത്തിലേക്ക് പോകും. അന്ന് എൻ്റെ ജീവിതം ചിലപ്പോൾ നശിച്ചു പോയേനെ. ഒരു കള്ളനെന്ന പേരിൽ, ഹല്ലേലൂയ, എന്നോടൊപ്പം വന്നവൻ ഞാൻ അറിയാതെ എൻ്റെ ബാഗിൽ പല സാധനങ്ങൾ എടുത്തിട്ടു. ഹല്ലേലൂയ. പിടിക്കപ്പെട്ടതോ ഞാനാ, അവിടെ തലകുനിച്ചതോ ഞാനാ, നിന്ദിക്കപ്പെട്ടതോ ഞാനാ. അന്ന് ചിലപ്പോൾ എൻ്റെ ഭാവി അതോട് തീർന്നു പോയേനെ. ഹല്ലേലൂയ. അന്ന് വിളിച്ച പ്രാർത്ഥനകൾ, അന്ന് ഉയർന്ന പ്രാർത്ഥനകളാ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു നിലയിൽ നിൽക്കുന്നേ. അന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേർ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്തിലായിരിക്കുന്നതിന് മുൻപേ, ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ഉണ്ടായിരുന്നു. അതേ പ്രിയ ദൈവജനമേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ പ്രാർത്ഥന വെറുതെ വ്യർത്ഥമായി പോകുകയില്ല, അവരുടെ പ്രാർത്ഥന ശൂന്യമായി പോകുകയില്ല. അതെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മോഷ്ടിക്കരുതെന്ന് വചനം പറയുന്നു. അതേ മോഷണത്തിൽ ചെന്ന് പെട്ടുപോയി, തല കുനിച്ചു, ഒരുപാട് പേർ കൂടി പരിഹസിക്കപ്പെട്ടു. വീട്ടിൽ നിന്ന് പിതാവ് കടന്നു വന്നു, അവിടെ അവരോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു കൊണ്ട് വീട്ടിൽ പോയി. ഇതേ ടീച്ചർ അടുത്ത ദിവസം വീട്ടിൽ വരികയാ. എനിക്ക് അവരെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല, പക്ഷേ അന്ന് എന്നോട് അവർ ബലപ്പെടുത്തി കൂടെ നിന്നു. അതും ദൈവകൃപയാ. ചിലരെ അയക്കുന്നതും അങ്ങനെയാ. ഹല്ലേലൂയ. വലിയൊരു പ്രശ്നത്തിൽ നടുവിൽ അവർക്കൊന്നൊരു തീരുമാനമെടുക്കാമായിരുന്നു, ഇനി ഞാൻ ഇവനെ പഠിപ്പിക്കത്തില്ല, എനിക്കിനി ഇവനെ പഠിപ്പിക്കാൻ കഴിയത്തില്ല, ഒരു കള്ളനെ എനിക്ക് വീട്ടിൽ കയറ്റാൻ കഴിയത്തില്ല, വരാതിരിക്കാമായിരുന്നു. ദൈവം ചിലവരെ വിളിച്ച് വീട്ടിനകത്തയക്കും. നീ മുടങ്ങി പോകുമെന്ന് വിചാരിക്കുന്നിടത്ത്, നിന്റെ ഭാവി ശൂന്യമായി പോകുമെന്ന് വിചാരിക്കുന്നിടത്ത് നിന്റെ അടുക്കലേക്ക് ചിലരെ അയക്കും. ഹല്ലേലൂയ. അതാണ് അപ്പൻ്റെ വചനം പറയുന്നേ. ഹല്ലേലൂയ. ചിലവർ നിന്റെ അപ്പോടൊപ്പം വരും. ഹല്ലേലൂയ. അതെ, അന്ന് വന്നിരുന്നു, എന്നെ ചേർത്ത് പിടിച്ചു. ഇത് പോകും, ഇത് മാറും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിച്ചു, പുറത്തിറങ്ങി, പിന്നെ അങ്ങോട്ട് അങ്ങനെ ഒരുപാട് പോയിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ആ ഭവനത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കായി പോകുവാൻ കഴിഞ്ഞു. എന്നെ അതിനകത്ത് ക്ഷണിച്ചു. ഹല്ലേലൂയ. ഒരു കള്ളനായിരുന്നെങ്കിൽ അതിനകത്ത് പിന്നെ ക്ഷണിക്കുമോ? ഹല്ലേലൂയ. വേറൊരു രീതിയിലാണ് നിന്നിരുന്നെങ്കിൽ നമ്മൾ അതിനകത്ത് ക്ഷണിക്കുമോ? പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്ഷണിച്ചു. ഹല്ലേലൂയ. അത് തന്നെ ഒരു കൃപയാ. അതിനകത്ത് വന്ന്, മകനെ എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതാ പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി. അതെ, നീ വിചാരിക്കുന്നതല്ല പ്രാർത്ഥന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ നീ പ്രാർത്ഥിക്കുമെങ്കിൽ അതിനകത്ത് വിടുതൽ സംഭവിക്കും, അതിനകത്ത് രൂപം മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. ശക്തിപ്പെടുത്തുവാൻ കഴിയും, ബലപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി അതാ. അതിനകത്ത് കടന്നു പോകുവാൻ സാധിച്ചു, പ്രാർത്ഥിക്കുവാൻ സാധിച്ചു, ബലപ്പെടുത്തുവാൻ സാധിച്ചു. ഹല്ലേലൂയ. വീണ്ടും പറയുക, സമയം കിട്ടുമ്പോൾ സഭയോടെ അതിനകത്ത് വരിക, ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചുമ്മാ ഒറ്റയ്ക്ക് പോകാനല്ല പറഞ്ഞേ, സഭയോടുകൂടി വരാനാ പറഞ്ഞേ, കൂട്ടായ്മയായിട്ട് വരാനാ പറഞ്ഞേ. അതാണ് വിശ്വാസം. ഒരാളെയല്ല വിളിച്ചത്, കൂട്ടായ്മയായിട്ട് വാ, നമുക്ക് ഈ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കാം. എനിക്കും നീ അറിഞ്ഞ ദൈവത്തെ അറിയണം,
എനിക്കും നിന്നെ രക്ഷിച്ച ദൈവത്തെ അറിയണം, എനിക്കും നിന്നെ സ്നേഹിച്ച ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. അതെ, എന്നോടൊപ്പം ഇന്നും എൻ്റെ പടകിലിരിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ അപ്പനെ എനിക്കും അറിയണമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര വലിയ നാമമാ. ഹല്ലേലൂയ. ഒരു യോഗ്യതയുമില്ല എനിക്ക് അങ്ങനെ നിൽക്കുവാൻ. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, ഹല്ലേലൂയ, കൊണ്ട് നിർത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒരു യോഗ്യതയുമില്ല, പറയുവാൻ ഒരു പുകഴ്ചയുമില്ല. ഒന്ന് ചിന്തിച്ചാൽ അവരുടെ മുൻപിൽ ആ കള്ളനായി നിന്നേ. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഈ കള്ളനെ എന്തിനാ വീട്ടിൽ വിളിക്കുന്നേ, എന്തിനാ അവരെ സ്നേഹിക്കുന്നേ? അതെ, ഒരു യോഗ്യതയുമില്ല, നിന്ദയായി, പരിഹാസമായി. ഹല്ലേലൂയ. ജീവിതമേ മടുത്തു എന്ന ചിന്തയിൽ വന്നെടുത്തതും എൻ്റെ അപ്പൻ തിരിച്ചു കൊണ്ടുവന്നതാ, എന്നെ നടത്തിക്കൊണ്ട് വന്നതാ. അതെ, നമ്മൾ തിരിച്ചറിയുക, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അപ്പനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് മുള്ളുണ്ട്, മുരുക്കുണ്ട്, കടലുണ്ട്, കാറ്റുണ്ട്. ഇതിനെ തരണം ചെയ്ത് പോകുന്നവനാ വിജയിച്ച് മുൻപിൽ നിൽക്കുന്നേ. ഇതിനെ തരണം ചെയ്ത് പോകണമെങ്കിൽ നീ അമരത്തിരിക്കുന്നവനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതാ വചനം പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാനെന്ത്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? ഇത് ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്. അതിനു മുന്നേ അപ്പനൊരു കാര്യം ചെയ്തു. അവർ പേടിക്കാതിരിക്കാൻ ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഹല്ലേലൂയ. അതെ, ചിലതിനെ ശാസിച്ച് ചിലതിനെ ബന്ധിച്ചിട്ടാ നിന്നോട് പറയുന്നേ, നീ വിശ്വസിക്കേ. നീ എന്തിനാ അല്പവിശ്വാസിയാവുന്നേ? ഇത് പറയുമ്പോഴാണ് പലർക്കും ഇഷ്ടപ്പെടാത്തേ. എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രവൃത്തി കിട്ടുന്നില്ല. അപ്പൻ ചെയ്യുന്നത് ഇങ്ങനെയാ, ശാസിക്കും, നിന്റെ മുൻപിലിരിക്കുന്ന കഷ്ടത്തെ മാറ്റുന്നു, എന്നിട്ട് വിശ്വസിക്കാൻ പറഞ്ഞാലും ഭയപ്പെട്ട് മാറുകയാ. ഇന്ന് നമ്മൾ അതിനെ മറ നീക്കി പുറത്ത് വരേണ്ടേ. ഹല്ലേലൂയ. വിശ്വസിക്കുക, മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. അതെ, അക്കരയ്ക്ക് കൊണ്ടുപോകുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ കാക്കും, അവൻ നിന്നെ കരുതും. പടകിലിരിക്കുന്നവൻ ഇന്ന് ചിലതിനെ ശാസിക്കും, ചിലതിനെ ബന്ധിക്കും. ഒടുങ്ങുമാറാകെ, മുങ്ങുമാറാകെ. കപ്പലിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ഓർമ്മയാകട്ടെ, നമ്മൾ അപ്പനോടൊപ്പം ഇന്ന് കപ്പലിലിരിക്കുക, ഒരു കടലിൻ്റെ നടുവിൽ നിൽക്കുക. നമുക്ക് ചുറ്റും പല പല ജീവികളുണ്ട്. ഇന്നെന്നെ വിഴുങ്ങുമെന്ന് പറഞ്ഞ്, ഇന്ന് തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് മുതിരെ നിൽക്കുന്ന ചിലത് കടലിനകത്തും കടലിന് പുറത്തും നിനക്ക് ചുറ്റി പറ്റിയിരിക്കുക. ഓ, വിശ്വസിക്കുക, നിന്റെ അമരത്ത് തല ചായ്ച്ച് ഒരുവൻ ഇരിക്കുന്നുണ്ട്. ഓ റബല ഭൗഷ്യസ്യാരന്തേ. ചിലതെന്ന് നീങ്ങുകയാ. വിശ്വസിക്കുക, ചിലതിന്ന് നീങ്ങുകയാ. നിന്നെ വിഴുങ്ങുമാറാകെ നിന്റെ അടുക്കലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഭൗഷ്യസ്യാരന്തേ. ഹല്ലേലൂയ. വിഴുങ്ങുമാറാകെ നിന്റെ അടുക്കലേക്ക് വരുന്നത്. ഹല്ലേലൂയ. നിന്നെക്കാളും വലിയ ജീവികൾ അതിനകത്ത് കിടപ്പുണ്ട്. നിന്റെ ഇരട്ടിയുള്ള ജീവികൾ അതിനകത്ത് കിടപ്പുണ്ട്. നിന്നെ എപ്പോൾ കിട്ടിയ ആഹാരമാക്കാൻ വിചാരിക്കുന്നത്. ഹല്ലേലൂയ. അതെ, അന്ന് യോനയെടുത്ത് കടലിട്ടപ്പോൾ ഒരു മീനാ വിഴുങ്ങിക്കൊണ്ട് പോയേ. അതൊരു സംരക്ഷണമായിരുന്നാ പറയുന്നേ. അതെ, വിശ്വസിച്ചപ്പോൾ പുറത്തു കൊണ്ട് കക്കിയെങ്കിൽ, പുറത്തു കൊണ്ട് ഇട്ടുവെങ്കിൽ, നീ ഏത് പാതാളത്തിൽ മുങ്ങിയാലും, ഏത് വലിയ പതിക്കുഴിയിൽ മുങ്ങിയാലും നിന്നെ അവൻ അതിനകത്ത് സംരക്ഷിക്കും. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിക്കകത്ത്, ഈ കഷ്ടതയ്ക്കകത്ത്, ഈ കാറ്റിൻ്റെ നടുവിൽ, അതെ, അലയടിക്കുന്ന കടലിനും അലയടിക്കുന്ന കാറ്റിനും പേമാരിക്കും നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളാ, പ്രശ്നങ്ങളാ, കഷ്ടതകളാ, രോഗങ്ങളാ, ദുഃഖങ്ങളായി ഇന്ന് ഞങ്ങൾ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നോടൊപ്പം ഇരിക്കുന്നവൻ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ശാസിച്ച് ബലപ്പെടുത്തി പുറത്തു വരുവാൻ തക്കവണ്ണം എൻ്റെ മേലെ കൃപ വരിക. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, വിശ്വസിക്കുക. നീ ഇന്ന് ആ നാമം വിശ്വസിക്കുന്നെങ്കിൽ ഇന്നവൻ നിന്നോടൊപ്പം സന്ദർശിക്കും. നിന്നോടൊപ്പം അമരത്തിരിക്കുന്നവൻ, ഓ റബല ഭൗഷ്യസ്യാരന്തേ ദീപൽക്കടകര. ഓ, ആ ശാസിക്കുന്നവൻ,
അമരത്ത് തല ചായച്ചിരുന്നവൻ, അമരത്ത് തല ചായച്ചുറങ്ങുന്നവൻ, നീ വിളിക്കുമ്പോൾ നിന്റെ വിളി കേട്ട്, നിന്റെ കണ്ണുനീര് കണ്ട്, നിന്റെ ഭയം കണ്ട് ഉണർന്നു വരികയാ. ഈ കാറ്റേ, ഈ കടലേ, നീ ശാന്തമാകൂ. ഈ പ്രതിസന്ധിയെ, ഈ പ്രശ്നമേ, നീ അലയടിക്കുന്ന, നിന്നെ മുക്കുമാറാക്കുന്ന, നിന്നെ നശിപ്പിക്കുമാറാക്കുന്ന, ശാന്തമാകാൻ നീ ഇന്ന് അതിനെ തരണം ചെയ്ത് പുറത്തു വരും. നീ ബലപ്പെടും, നീ ശക്തീകരിക്കപ്പെടും, നീ ബലപ്പെടും. വിശ്വസിക്ക്, നീ എൻ്റെ നാമത്തിൽ വിശ്വസിക്ക്. അവനാൽ എങ്ങനെ സംഭവിക്കുന്നു? സകലവും അവനാൽ ഉളവായത് കൊണ്ട്, സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട്, സകലവും അവനാൽ നിർമ്മിക്കപ്പെട്ടത് കൊണ്ട്, അവനാൽ സകലവും സാധിക്കും. നിന്റെ മേലുള്ള പ്രശ്നങ്ങൾ, നിന്റെ മേലുള്ള കടബാധ്യതകൾ, നിന്റെ മേലുള്ള ഭാരങ്ങൾ, നിന്റെ മേലുള്ള ഇല്ലായ്മകൾ നീക്കുവാൻ എൻ്റെ അപ്പന് സാധിക്കും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പനെ, ഇന്ന് ഞങ്ങളുടെ മേൽ ബാധിക്കുന്ന ചില ബാധകളായി നിൽക്കുന്ന ചില കെട്ടുകൾ, പുറത്തു വരുവാൻ കഴിയാതെ ബന്ധിക്കുന്ന ചില കെട്ടുകളെ അഴിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പുറത്തു വരുവാൻ കഴിയാതെ ബന്ധിക്കുന്ന ചില കെട്ടുകൾ, രോഗമിട്ട് പുറത്തു വരുവാൻ കഴിയാതെ കണ്ണുനീരായി, ഞാൻ എങ്ങനെ പുറത്തു വരും? എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. എനിക്ക് കടലിൽ മുങ്ങി മരിച്ചാൽ മതി, എനിക്കിതിനകത്ത് ചാടി മരിച്ചാൽ മതി, എനിക്കിനി പുറത്തേക്കില്ല എന്ന് പറഞ്ഞ് വിശ്വാസമില്ലാതെ തേജിച്ച് നിൽക്കുന്നവരെ നീ വിശ്വസിച്ചോ. നിന്നെ അവൻ ബലപ്പെടുത്തുക, നിന്നെ അവൻ ചിലർക്ക് അധികാരപ്പെടുത്തുക, നിന്നെ അവൻ അഭിഷേകത്താൽ പുറത്തു കൊണ്ടുവരിക. റബല ഭൗഷസി. ഇതിനകത്തൊരു പ്രാർത്ഥന ഉയരുമ്പോൾ ഈ ദേശത്തിനകത്ത് തന്നെ ചിലതിനെ പുറത്തു കൊണ്ടുവരിക. അഭിഷേകത്തോടെ, അധികാരത്തോടെ ചിലതിനെ പുറത്തു കൊണ്ടുവരിക. ഹല്ലേലൂയ. നന്ദി രാജാവേ, നന്ദി യേശു, നന്ദി അപ്പനെ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.